ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി കഴിഞ്ഞൊരു പുരുഷനാണെങ്കിൽ അയാൾക്ക് പള്ളിയിൽ ജമായത്തായിട്ടാണ് ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത്. അത് അവൻ്റെ ബാധ്യതയാണ്. അതിന് വ്യക്തമായ മതപരമായ ഉതിരില്ലാത്തോടത്തോളം കാലം അതിൽ നിന്ന് പിന്മാറാൻ അയാൾക്ക് യാതൊരു വഴി അവിടെ ഇല്ല. നിർബന്ധമായും അയാൾ ജമാഅത്ത് നമസ്കാരത്തിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. അവർ പുതിയ വീടുണ്ടാക്കി എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ വീട്ടിലേക്ക് വീട് കൂടുമ്പോൾ അവിടെ പള്ളിയിലെ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളതൊന്നും പ്രാമാണികമായിട്ട് അത്തരം ഇളവുകൾ ആളുകൾക്ക് കൊടുത്തായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു തെളിവും അതിനില്ല. ഒരു വീട് കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ നമ്മൾ സൂറത്ത് ഫാത്തിഹ സൂറത്ത് ബക്കറ പാരായണം ചെയ്ത പിശാചിന്റെ ഷെറുണ്ടാവില്ല. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രമാണങ്ങളിൽ വന്നത് അതുപോലെ ചെയ്യുക എന്നതിനപ്പുറം നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കേണ്ട നമസ്കാരം പോലും വീട്ടിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് ആ വീട് ഒരു നല്ല വീട് തുടങ്ങുമ്പോൾ ഒരു നല്ല കാര്യത്തിൽ തുടങ്ങുന്നതിന് പകരം ഇസ്ലാം പറഞ്ഞതിന് വിരുദ്ധമായ ഒരു കാര്യം കൊണ്ട് ആ വീട് ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ നാട്ടില് പണ്ഡിതന്മാർ, ആ മഹലിൽ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർ വരെ ഇതിന് കൂട്ടു നിൽക്കുകയും ഇതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്നത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിനൊന്നും പ്രമാണപരമായിട്ട് പരിശോധിക്കുമ്പോൾ യാതൊരു തെളിവില്ല. ഒരാൾ വീട്ടിൽ പുതിയ വീട് കൂടുമ്പോൾ അവിടെ സുബഹി നമസ്കരിച്ചുകൊണ്ട് ആ വീട്ടിൽ പ്രവേശിക്കുക എന്നുള്ളതല്ല, മറിച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹ് കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഈ പാല് കാച്ചലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനാചാരമായി മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. അവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുബഹി നമസ്കാരം ആ പരിയിൽ ആദ്യം നിസ്കരിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. പക്ഷെ അതിന് പ്രാമാണികമായി തെളിവുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല.